Good afternoon. Good afternoon, Miss. Good afternoon, all. Good afternoon, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് ലാസ്റ്റ് പാർട്ടിൽ നടത്തിയത്. ഞാൻ ജസ്റ്റ് അതൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് പോർഷനിലേക്ക് വരാം, കാരണം ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോർഷൻ എടുക്കാം കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ എങ്ങനെയാണ് പബ്ലിക്കായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് വഴി പബ്ലിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. To make available and suitable information to the patients, their relatives and visitors. നമ്മുടെ പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും അവരുടെ വിസിറ്റേഴ്സിനും ആവശ്യമുള്ള ഇൻഫർമേഷൻ, കുറെ എൻക്വയറീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം, അവൈലബിൾ ആക്കി കൊടുക്കാം. A provision to listen all complaints. നമ്മൾ റിട്ടേൺ കംപ്ലൈൻസ് വേണമെന്ന് നിർബന്ധം പിടിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മള് വാമൊഴിയാല് പറയുന്ന കംപ്ലൈൻസ് ആണെങ്കിൽ പോലും നമ്മൾ അത് എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം. ഫിക്സ്ഡ് റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ എന്ത് കൊടുക്കണം, മറുപടി കൊടുക്കണം. അതേപോലെ സജഷൻ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്യൂട്ടബിൾ പ്ലേസിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലേസിൽ വേണം സജഷൻ ബോക്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, വെക്കാനായിട്ട്. അതേപോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വല്ല ഡോക്യുമെന്ററി, നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററീസോ കുറച്ച് ഷോർട്സുകളോ അങ്ങനെ ചെറിയൊരു വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിവിയിലൂടെയൊക്കെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അതേപോലെ ഹോസ്പിറ്റൽ ബ്രൗഷേഴ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെറിയൊരു മിനി ബുക്ക് പോലത്തെ ബ്രൗഷേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബ്രൗഷേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്, അതേപോലെ മെമ്പേഴ്സ് ഓഫ് വുമൺ ഓർഗനൈസേഷൻ, പിന്നെ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ ഹോസ്പിറ്റൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ആനുവൽ ഹോസ്പിറ്റൽ ഡേയോ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ ആണെങ്കിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ടെക്നിക്കൽ ഫംഗ്ഷനെ കുറിച്ചിട്ട് നമുക്ക് പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു നോളജ് കിട്ടും. അപ്പൊ ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ പബ്ലിക് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണെന്ന് കൂടി ഒരു ഇതായിട്ട് സ്ലൈഡുകൾ പോലെ പറയുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണെന്നാണ്. These methods employ means of communication in all possible forms to enable the hospital to convey its message to public. നമ്മുടെ ഹോസ്പിറ്റൽസിന് എന്തൊക്കെ മെസ്സേജ് ആണോ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ്, ആ ഒരു മെത്തേഡിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് പറയുന്നത്. എങ്ങനെയാണോ പബ്ലിക്കിനോട് നമുക്ക് മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേഷൻ വഴിയാണ് അത് കൺവേ ചെയ്യുന്നത്, അങ്ങനെ ഒരു മെത്തേഡിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഇവയിൽ ചില കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാല് ആശുപത്രിയുടെ ഇൻട്രാമ്യൂച്വൽ ഇൻസൈഡ് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ അകത്ത് എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റർമിക്സ്ഡ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ അകത്തും ഉള്ളൊരു സർവീസ്. ഇൻട്രാമ്യൂച്വൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മളിവിടെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Some of these are also intermixed with the intramutual function of the hospital and the operative methods. അവിടുത്തെ intramutual functions എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ അകത്ത് എന്തെല്ലാം ഫങ്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ എന്തെല്ലാം ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. The other deals with the media. അതേപോലെ തന്നെ മറ്റ് മീഡിയാസിനെയൊക്കെ ഡീൽ ചെയ്യുന്നു. ന്യൂസ് പേപ്പേഴ്സ്, TV റിപ്പോർട്ട്, അങ്ങനത്തെ മീഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഓരോന്നും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി എടുത്ത് പറയാണ്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന മാർഗങ്ങളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യന്റ്, ദർ റിലേറ്റീവ്സ്, വിസിറ്റേഴ്സ്. നമ്മുടെ പേഷ്യൻസിന്
പേഷ്യൻസിന്, അവരുടെ റിലേറ്റീവ്സിന്, അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവരെന്തെങ്കിലും എൻക്വയറീസോ രജിസ്ട്രേഷനിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ്, പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇപ്പൊ എന്താണ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഹെൽത്ത് ഓക്കെ ആണോ, എന്തെല്ലാം ഫുഡ് കഴിക്കാം, ഇനി എപ്പോഴാണ് ഫോളോ അപ്പ് ചെക്കപ്പിന് വരുന്നത്, ഇനി ഈ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പേഷ്യൻസിനോടും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡിസ്ചാർജ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ, നമ്മൾ നോക്കുന്ന ഫിസിഷ്യനാണ് സാധാരണഗതിയിൽ ഡിസ്ചാർജ് ഇന്റർവ്യൂ ചെയ്യുന്നത്. നമ്മൾ ഡിസ്ചാർജ് ആവുന്നേക്കാൾ മുമ്പായിട്ട് ഫിസിഷ്യൻ നമ്മുടെ അടുത്ത് വന്നിട്ട് മുമ്പത്തേക്കാളും അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ മരുന്നൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ഡിസ്ചാർജ് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മുമ്പത്തെ കണ്ടീഷനും ഡിസ്ചാർജ് സമയത്തെ കണ്ടീഷനും എന്താണെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റിനോട് നടത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യന്റ്, ദ റിലേറ്റീവ്സ്, വിസിറ്റേഴ്സിനോടും പേഷ്യൻസിനോടും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നോക്കി, ആൻഡ് ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ്, നമ്മളൊരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് കൊടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ദ റുട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ, വിസിറ്റേഴ്സിന് ഒരു ടൈം അലൗ ചെയ്യുന്നുണ്ട്, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ വിസിറ്റേഴ്സ് അലൗഡ് ആണ്, അല്ലാത്ത ടൈമിലൊന്നും നമുക്ക് വിസിറ്റേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അലൗഡ് അല്ല എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആ ടൈമിൽ തന്നെ വിസിറ്റേഴ്സ് വരും. അപ്പൊ നമുക്കൊരു നല്ല സോഷ്യൽ കൾച്ചർ ഫോളോ ചെയ്യാനായിട്ട് അത് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാർജ് നമ്പർ ഓഫ് visitors to the patient cannot be avoided in our particular social culture. നമ്മളിപ്പോ ഒരാൾ വയ്യാണ്ട് കിടക്കാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും റിലേറ്റീവ്സിനെ കാണാനൊക്കെ പോകാറുണ്ട്, പേഷ്യന്റിനെ കാണാൻ പോകാറുണ്ട്. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സാമൂഹ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വയ്യാന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണുന്നത്, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് പോയി കാണുന്നുള്ളത് വിസിറ്റേഴ്സ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിനുള്ളൊരു അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ദ ക്വറീസ് ഓഫ് റിലേറ്റീവ്സിന് ആകുലത ഉണ്ടാവും, ഭയങ്കര ഡൗട്ടുകൾ ഉണ്ടാവും, അന്വേഷണങ്ങൾ ഉണ്ടാവും. ഓഫ് റിലേറ്റീവ്സ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ഇഫ് ദ ഡോക്ടർ ഓർ സീനിയർ നഴ്സ്. അപ്പോൾ റിലേറ്റീവ്സിനോ അതേപോലെ തന്നെ വിസിറ്റേഴ്സിനോ എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ കാര്യങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തോ സീനിയർ നേഴ്സിന്റെ അടുത്തോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. Conversant with the ward is made available in ward during visiting hours for this purpose. അപ്പൊ നമ്മുടെ വാർഡ് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. കാരണം വിസിറ്റേഴ്സിന് വരാനുള്ള അവേഴ്സിന്റെ സമയത്ത് വാർഡിൽ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇടയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചൊരു എന്താ പറയുക, ഒരു നല്ല ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നല്ലൊരു അച്ചടക്കമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹവർ ദേ ഷുഡ് ബി ആസ് ഇൻഫോർമൽ ആസ് പോസിബിൾ. ഫോർമൽ ആയിട്ടല്ല, ഇൻഫോർമൽ ആയിട്ടാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ലി മൈൻഡോട് കൂടിയാണ് ഈ വാർഡൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ പോയിട്ട് കുറച്ചൊന്ന് അവിടെയുള്ള വാർഡിലുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച് ജസ്റ്റ് റുട്ടീൻ ഒരു രീതിയിൽ നമ്മൾ പോവാണെങ്കിൽ അത് കുറച്ചും കൂടി പബ്ലിക് റിലേഷൻ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുള്ളപ്പോൾ സൈൻ ബോർഡ് അതേപോലെ നെയിം ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആണ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ ഏത് ഡോക്ടറാണ് ഉള്ളത്, അദ്ദേഹം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഇന്നും ഔട്ടൊക്കെ നോക്കി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു ബോർഡ്, ഈ ഒരു ബ്ലൂ കളറിലെ കുഞ്ഞു ബോർഡില്, ഇത് നമ്മുടെ പേഷ്യൻസിന്റെ റൂം നമ്പർ ആണ് ഇത് കൊടുക്കാറ്. അതിന്റെ താഴെയായിട്ട് ചിലപ്പോൾ പേരും കൊടുക്കണം ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങളിവിടെ അടുത്തൊക്കെ ഹോസ്പിറ്റലില് റൂം നമ്പർ താഴെയായിട്ട് ഒരു ചെറിയ ബോക്സും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ പേരും കൂടി ഇടാം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇന്ന റൂമിൽ ഇന്ന പേഷ്യന്റ് ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
The signage and name boards. Easy to follow signage and name board. നമുക്ക് കുറച്ച് സൈൻ ബോർഡ്സോ നെയിം ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് പെട്ടെന്ന് അത് ഫോളോ ചെയ്യാനായിട്ട്. ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ്. അതേപോലെ ഇന്ന ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഇന്ന ഫ്ലോറിൽ ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇന്നൊരു ഏരിയ ഇന്ന ഫ്ലോറിലാണെന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രൗഷേഴ്സ് ആൻഡ് ഓൾ റൂം ഷുഡ് ബി നമ്പർ. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ റൂമുകൾക്കും നമ്പർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻസിനും വിസിറ്റേഴ്സിനൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രൗഷേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഗൈഡ്. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രൗഷേഴ്സും അതേപോലെ തന്നെ വിസിറ്റേഴ്സിന് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന ഫ്ലോറിൽ എന്നുള്ളത് ഓക്കെ കേട്ടോ. അപ്പോ ഇന്ന ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടാനും ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഇങ്ങനെ സൂം ചെയ്യട്ടെ, കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്യണം. ഇനി നമുക്ക് കംപ്ലൈൻസോ കോംപ്ലിമെന്റോ സജഷൻസോ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറലായിട്ട് വെർബലായിട്ട് കംപ്ലൈൻസ് ലിസൺ ചെയ്യണം. വെർബൽ കംപ്ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓറൽ കംപ്ലൈൻസ് ആണ്. വാമൊഴിയാലെ പറയുന്ന കംപ്ലൈൻസും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചത് കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കണം. അവരെ കൊണ്ട് നിർബന്ധിക്കരുത്, എഴുതി വേണം, നിർബന്ധമായിട്ടും എഴുതി തരണം എന്ന് പറയരുത്. കാരണം എല്ലാവർക്കും റിട്ടേൺ നോളജ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇമെയിൽ വഴി അയച്ചോ എന്നൊന്നും പറയരുത്. അവർക്ക് എന്താണോ കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് നമ്മളത് കേൾക്കണം. അതേപോലെ തന്നെ ഒരു അപ്രോപ്രിയേറ്റ് പ്ലേസിൽ, സ്യൂട്ടബിൾ പ്ലേസിൽ വേണം നമ്മൾ സജഷൻ ബോക്സ് എന്ത് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. എല്ലാവർക്കും കാണുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സജഷൻ ബോക്സ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പേഷ്യൻസിനോ അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ അവിടെ എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്, പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. A provision to listen to the verbal complaints instead of insisting or return ones or emails. അപ്പൊ വെർബൽ കംപ്ലൈൻസ് കൊടുക്കാം എന്നുവെച്ചാല് നമ്മൾ ഓറലായിട്ട് കംപ്ലൈൻസ് കൊടുക്കാം. ഇതിന് പകരമായിട്ട് എഴുതി കംപ്ലൈന്റ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഓറൽ കംപ്ലൈൻസ് കൊടുക്കാം. പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ്. നമ്മളൊരു ബോക്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും, സജഷൻ ബോക്സ്. അതിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എഴുതിയിട്ട് ആ ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ വല്ല കോംപ്ലിമെന്റ്സും സജഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സിൽ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അവർക്ക് പെട്ടെന്ന് അത് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇനി ഹോസ്പിറ്റൽ ടു പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റലും പബ്ലിക് ഇന്ററാക്ഷനും കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ ടൂർ എന്നാണ്, പക്ഷെ എനിക്ക് അതിനേക്കാളും നല്ലൊരു പേര് തോന്നുന്നു ഹോസ്പിറ്റൽ വിസിറ്റ് ആണ്. കാരണം ഇപ്പൊ ക്യാൻസർ, നമ്മളിപ്പോ കുട്ടികളോട് പറയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, വലിക്കുന്നത് ക്യാൻസർ വരും എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നേക്കാളും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ത് മിനിറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ഹോസ്പിറ്റൽസ് ഒരു കുട്ടികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ക്യാൻസർ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും ആ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റോ അല്ലെങ്കിൽ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒക്കെ കൊണ്ടുപോയി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, അവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ, അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ, അവരുടെ സൈഡ് എഫക്ട്സുകൾ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാം. ഹോസ്പിറ്റൽ ടൂർ ബൈ ദ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് കൊടുക്കുക. ഒരു സ്റ്റഡി ടൂർ പോലെ കേട്ടോ. മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പീപ്പിൾസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സിനൊക്കെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു വിസിറ്റ് നടത്തുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥയെ കുറിച്ചും അവിടുത്തെ പേഷ്യൻസിന്റെ
പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് പ്രൊവൈഡ് ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്കുകൾ, ഇത് കുറച്ച് പ്രോഗ്രാംസ് ആണ് ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ്, ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. എന്താണ് ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻ, സ്പെഷ്യൽ ക്ലിനിക്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്. വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCC NSS കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഉള്ള കുട്ടികളൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. അതാണ് വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ പോകാറുണ്ട്. ഇനി ഓർഗനൈസ് കരിയർ ഡേ ടൈപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പബ്ലിക് ആയിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോൾഡിംഗ് ഓഫ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്, നമ്മുടെ ഹോസ്പിറ്റൽ ഡേ കൊടുക്കുക, ആനുവൽ ഹോസ്പിറ്റൽ ഡേ പ്രൊവൈഡ് ചെയ്യാം. ഫൗണ്ടേഴ്സ് ഡേ അത് സ്ഥാപന ദിവസം ആഘോഷിക്കുക. അതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിനകത്ത് തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പബ്ലിക് ആയിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. All this helps in projecting every aspect of the hospital operation, includes some of the highly technical functions. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിന്റെ എല്ലാ ആക്സസിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും. അതേപോലെ ഹോസ്പിറ്റലിന്റെ ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറച്ചും കൂടി ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി പറയുന്നത് ആറാമത്തെ പോയിന്റ് അഡ്വൈസറി കമ്മിറ്റീസ് ആണ് കേട്ടോ. അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് വല്ലതുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റീസ് ആണ്. Its role should be suggest the hospital administration the methods to overcome their shortcomings. അവരുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സജഷൻസ് കൊടുക്കാം. And interpret the functioning of the hospital to the community. നമ്മുടെ അതുവഴി നമുക്ക് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിറ്റീസ് നമ്മുടെ സൊസൈറ്റി ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അഡ്വൈസറി കമ്മിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആറാമത്തെ പോയിന്റ്. ഏഴാമത്തെ പോയിന്റ് സ്പീക്കേഴ്സ് ആൻഡ് ബ്യൂറോസ് ആണ്. നമ്മുടെ സിഇഒക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ഈ സ്പീക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. CEO and staff should use every opportunity to speak to other service organization and institution. മറ്റ് സർവീസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ സ്പീക്കേഴ്സ് വഴിയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സിഇഒന്റെ ഓഫീസിൽ നിന്ന് പോലും ആ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളോടും എന്തെങ്കിലും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ട്. അഡ്വൈസറി കമ്മിറ്റീസിന് എന്തെങ്കിലും നമുക്ക് സജഷൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നല്ല അഡ്വൈസറി കമ്മിറ്റീസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് തരും. ഞാൻ എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും? സജഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. അതുവഴി നമ്മുടെ ഹോസ്പിറ്റലില് ചെയ്യുന്ന ഫങ്ഷനെ കുറിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
വായിച്ച് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. വായിച്ചു നോക്കിയ എല്ലാവരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് പോയിന്റ് അല്ലേ, പറയാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഈ പറയുന്നത്, നമ്മൾ ഓപ്പൺ ഹൗസ് അപ്രോച്ച് കൊണ്ടുവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ വിസിറ്റിംഗ് ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു കറക്റ്റ് ആയിട്ട് വിസിറ്റിംഗ് ടൈംസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ എന്താണ് അവരുടെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനോടും സീനിയർ നേഴ്സിനോടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇടയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സുകൾ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എല്ലാ ലെവൽസിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആറാമത്തെ പോയിന്റ് അഡ്വൈസറി കമ്മിറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സജഷൻസ്, നമ്മുടെ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, നമുക്ക് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സജഷൻസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? അഡ്വൈസറി കമ്മിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? റൺ ചെയ്താൽ മതി. അതുവഴി നമുക്ക് ഹോസ്പിറ്റലിലും പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ചെയ്യും. ഇനി നമുക്കിത് ചെക്ക് ചെയ്യണം, ഹോസ്പിറ്റൽസ് കമ്മ്യൂണിറ്റി തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് എന്താണ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്, കുറച്ച് സൂചനകളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ഹോസ്പിറ്റൽസും പബ്ലിക്കും തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണോ, നല്ല റിലേഷൻ ആണോ എന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് സൂചനകളാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റത്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ വഴി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കും. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നതിൽ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങളുടെ അസുഖം പൂർണ്ണമായും ഭേദമായിട്ടാണോ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നത്, ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം തന്നെയാണോ ഡിസ്ചാർജ് ആവുന്നത്, അതേപോലെ അതേപോലെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത സർവീസുകൾ നല്ലതായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസ് നല്ലതായിരുന്നോ, റൂം സർവീസ് എങ്ങനെയായിരുന്നു, നല്ലതാണോ, യെസ് ഓർ നോ, ഗുഡ് ഓർ നോട്ട് എന്നുള്ള മീനിങ്ങിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ വൺ വേർഡ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് പിക്ക് ചെയ്ത് പോയാൽ മതിയാവും. അപ്പൊ അത് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്, അവർക്ക് നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ വന്നത് കൊണ്ട് എന്തോരം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു രീതിയിലുള്ള സർവേ നടത്തണം. ഈ ജനറൽ ഒപ്പീനിയൻ പോളാണ്. അത് പൊതുവായ അഭിപ്രായ വോട്ടെടുപ്പാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ബോക്സ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, സാറ്റിസ്ഫൈഡ്, നോട്ട് സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ആ ഒരു പേര് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബോക്സിൽ ഇടാം. എന്നിട്ട് അത് അവർ കളക്ട് ചെയ്ത് അതൊന്ന് നോക്കും. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പബ്ലിക്കും
നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ നല്ല റിലേഷൻ ആണ്. എല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ അങ്ങനെ റിലേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ക്വാളിറ്റി കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി കെയർ നോക്കിയിട്ട് അത് നമ്മുടെ ഇവിടുത്തെ ചെക്ക് ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത കെയറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും നോക്കും. ഇത്രയും പേഷ്യൻസിന് നമ്മൾ കെയർ ചെയ്തു, ഇത്രയും പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, നമ്മൾ പറഞ്ഞൊരു സജഷൻ ബോക്സ് അല്ലെങ്കിൽ കംപ്ലൈന്റ് ബോക്സ് ഉണ്ട്. അതിൽ കംപ്ലൈന്റ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ പബ്ലിക്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ മോശമാണ്. അല്ല കംപ്ലൈന്റ്സിന്റെ എണ്ണം കുറവാണെങ്കിൽ പബ്ലിക്ക് നമ്മളുടെ റിലേഷൻ നല്ലതാണ്. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി, നമ്മള് വോളണ്ടറി എഫേർട്സുകൾ എടുക്കാം. സ്വമേധയിലുള്ള എഫേർട്സ് എടുത്ത് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനു വേണ്ടിയിട്ട് ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ വെച്ചാൽ ഒരു ജനറൽ ടോക്ക് പോലെ ചോദിച്ചു പോകും. ടേൺ ഓവർ ഓഫ് ഹെൽത്ത് സ്റ്റാഫിന്റെ ടേൺ ഓവർ എന്ന് മീനിങ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ കൊഴിഞ്ഞു പോക്കാണ്. എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്റ്റാഫുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, സ്റ്റാഫുകൾ എപ്പോഴും മാറാണ്, ആരെയും അപ്പോൾ കറക്റ്റ് ആയിട്ടല്ല കാണിക്കുന്നത്, എനിക്ക് എല്ലാവരും എപ്പോഴും എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എന്തോ പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാവും. അല്ല നമ്മൾ പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് ഒരു സ്റ്റാഫിനെ കാണണമെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സ്ഥിരമാണ്, കുറെ കാലമായിട്ട് പോകുമ്പോൾ കാണാറുള്ള സ്റ്റാഫാണ്, അവരൊക്കെ തമ്മിൽ നമുക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാവും, ഒരു പബ്ലിക് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാവും എന്നാണ് പേഷ്യൻസിനും ഈ ഹെൽത്ത് സ്റ്റാഫിനും തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ ടേൺ ഓവർ കുറവാണെങ്കിൽ, കൊഴിഞ്ഞുപോക്ക് കുറവാണെങ്കിൽ പബ്ലിക്കും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് ഹോസ്പിറ്റലിന്. കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ ക്ലിനിക് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ അറ്റൻഡൻസ് അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും പേഷ്യൻസ് പബ്ലിക്കും തമ്മിൽ നല്ല റിലേഷൻ ആണോ അല്ലേന്ന്. സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെന്താണ്, അവരായിട്ട് നമുക്ക് നല്ല റിലേഷൻ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന പേഷ്യൻസ് ആണ്, അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നെങ്കിൽ അപ്പൊ അവർക്ക് നമ്മളോട് നല്ലൊരു ഇമേജ് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിനോട് നല്ലൊരു നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ഇമേജ് ഉണ്ട്, അവരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. അപ്പൊ ഡൊണേഷൻസ് ഉണ്ട്. പിന്നെ വെച്ചാൽ നമുക്ക് നല്ല ഡൊണേഷൻസ് കിട്ടാണ്, കോൺട്രിബ്യൂഷൻസോ സംഭാവനകളോ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് സംഭാവനകൾ പുറത്തുനിന്ന് ചിലപ്പോൾ സ്റ്റുഡൻസ് ടീം ആയിരിക്കും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഒരുമിച്ചായിരിക്കും, അങ്ങനെ കുറെ ഫേമുകൾ സംഭാവനകൾ കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഒരുപാട് സംഭാവനകൾ കിട്ടുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മുടെ റിലേഷൻ എങ്ങനെയാണ് നല്ലതാണ്, അല്ലാത്ത പക്ഷം പബ്ലിക്കായിട്ട് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ ഇൻപേഷ്യന്റ് ഹു ലീവ്സ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, മെഡിക്കൽ അഡ്വൈസ് കേൾക്കാണ്ട് പേഷ്യന്റ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്റെ മക്കളെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയാണ്? ഞാൻ തന്നെ എടുത്തതാ. ഓക്കെ, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഫിസിഷ്യൻ പറഞ്ഞത് കേൾക്കാതെ ലീവ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്, അവര് എന്ത് ചെയ്യും, ലീവ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനെയാണ് LAMA എന്ന് പറയുന്നത്, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോകും, അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും, അവരുടെ ഇഷ്ടത്തിന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ പേഷ്യൻസ് അങ്ങനെ ഡിസ്ചാർജ് ആയി പോവാണ്, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ അഡ്വൈസ് കേൾക്കാണ്ട് ഡിസ്ചാർജ് ആയി പോവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനും പബ്ലിക്കിനും അത്ര ഇമേജ് ഇല്ല, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. DAMA അല്ലടാ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ചെയ്തിട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടെ ഷോർട്ട്
ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ട്ടോ. ഇത് ട്ടോ. ഒന്ന് ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി പോയിന്റ്സ്. ആ കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ അറ്റൻഡൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റിനും ഫോളോ അപ്പിനൊക്കെ വരാണ് പേഷ്യൻസ് വരാണെങ്കിൽ അത് നല്ലതാണ്. കാരണം അവർക്ക് നല്ലൊരു അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം ഇപ്പൊ പല പല ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വന്നു അദ്ദേഹം അടുത്ത വിസിറ്റ് വന്നില്ല, വേറൊരു ഹോസ്പിറ്റലാണ് പോകുന്നത്, അവർക്ക് നമ്മളോട് അഭിപ്രായം ഉണ്ടാവും. അതേപോലെ തന്നെയായിരിക്കും നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് തോന്നൂല. അത് എവിടെയായാലും അതെ, നമുക്കൊരു പ്രാവശ്യം ബാഡ് ആയിട്ട് തോന്നിയാലേ, മോശം പെരുമാറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. നല്ല രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ പെരുമാറുന്നെങ്കിൽ നമുക്ക് വീണ്ടും ആ സ്ഥാപനത്തിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, വായിച്ചു നോക്കിയാ. പോർഷൻ എടുക്കാണ് നമ്മള് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. നമ്മൾ ഈ പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ, മുകളിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നു എന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ, നമുക്ക് പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ്, സൂചനകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ വേ ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ. നമ്മുടെ മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യന്റ്. ഇത് നമുക്ക് നല്ലൊരു ഹാപ്പിയർ പേഷ്യന്റ് അല്ലെങ്കിൽ ബെറ്റർ പേഷ്യൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പേഷ്യന്റ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയാണ് പോയത്, നമ്മൾ കൊടുത്ത സർവീസുകളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടാണ് പോണത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തൊക്കെ സൂചനകളാണ് നമുക്ക് നോക്കാം. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് വഴി പേഷ്യൻസിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്യാൻ ബി കണ്ടക്ട് ബൈ ആൻ ഔട്ട്ഡോർ ഏജൻസി ഓർ ഡൺ ആസ് ഇൻ ഹൗസ് സർവേ. നമുക്ക് ഔട്ട്ഡോർ സർവേ ഏജൻസി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പുറത്തൊരു ഏജൻസിന് ആ ഒരു വർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനെയർ പോലെ നമ്മൾ ഹൗസ് സർവേ നടത്താനായിട്ട് പറ്റും. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും. അത് വെച്ച് അവർ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻ ഇസ് പ്രൊവൈഡ് ടു ദ പേഷ്യന്റ്. കുറച്ച് ക്വസ്റ്റ്യൻസും അതിനുള്ള ഓപ്ഷൻസും നമുക്ക് കൊടുക്കും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോയാൽ മതി. എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനെയറിന്റെ മോഡലാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അത്ര ക്ലിയർ അല്ല. ഓക്കെ, ഇനി കസ്റ്റമർ കംപ്ലൈൻസ്. നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്, അത് നോക്കിയിട്ടാണ് നമ്മൾ പബ്ലിക് നമ്മളുടെ റിലേഷൻഷിപ്പ് നോക്കുന്നത്. നമ്പർ ഓഫ് കംപ്ലൈൻസ്, ലെസ് നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ആണെങ്കിൽ പബ്ലിക് റിലേഷൻ എങ്ങനെയാണ്, നല്ല റിലേഷൻ ആണ്. അധികം കംപ്ലൈൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പൊ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ഇനി ജനറൽ ഒപ്പീനിയൻ പോൾ മോസ്റ്റ്ലി pertain to a single question, situation or a problem that need an answer. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ വേണം. 1 minute.
ഓക്കെ, നോക്കാട്ടാ. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉടനടി ആൻസർ വേണ്ടതുണ്ടാവും. അപ്പൊ നമുക്ക് ജനറൽ ഒപ്പീനിയൻ പോളുകൾ അവരുടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് അതിന്റെ ഒരു ആൻസർ കിട്ടാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അഭിപ്രായമായിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇനി എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി. നമ്മൾ വോളണ്ടറി ക്രോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ കൊറോണയുടെ ഒക്കെ സമയത്ത് ഒരുപാട് സന്നദ്ധ പ്രവർത്തകര് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നമ്മളുടെ ഹോസ്പിറ്റലായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? ബെറ്റർ ആയിരിക്കും. വോളണ്ടറി ക്രോപ്സ് volunteer are public spirit and service minded people providing extra service. ഇവരൊക്കെയാണ് എക്സ്ട്രാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു സാലറി ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു സഹായങ്ങൾക്കായിരിക്കാം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണയൊക്കെ വന്ന സമയത്ത് മരണം സംഭവിച്ച ഓരോ ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വോളണ്ടിയേഴ്സ് വരുന്നത് വരെയും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ ഉണ്ട്, അല്ലെങ്കിൽ അവര് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. They help the patient host the things in patient care area. അതേപോലെ പേഷ്യൻസിനെ ഇവർ സഹായിക്കുന്നു, അവർ പേഷ്യൻസിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഞങ്ങള് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരാണ് അവിടേക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും രാത്രിത്തേക്കുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വോളണ്ടിയേഴ്സ് ആണ് അവിടുത്തെ പേഷ്യൻസിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പബ്ലിക്കിന് വേണ്ടിയിട്ടൊരു നല്ലൊരു കാര്യമാണ് ആ ചെയ്യുന്നത്. കാരണം ചില പേഷ്യൻസ് ആണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ തീരെ അവശങ്കയായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ കഷ്ടപ്പാടുള്ള, ഒട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസ് ഒക്കെ അവിടെ വരുന്നത്. അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. ഈ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് അത്ര നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മോർ വോളണ്ടറി ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ബെറ്റർ പബ്ലിക് റിലേഷൻ. ഒരുപാട് വോളണ്ടിയേഴ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് തമ്മിൽ, അവരും പബ്ലിക്കും തമ്മിൽ ഒരു ബെറ്റർ പബ്ലിക് റിലേഷൻ ആണ്, നല്ല റിലേഷനിലാണ് അവര് പബ്ലിക്കിനെ കൈകാര്യം ചെയ്യണേന്ന് മനസ്സിലായി. ഇനി സ്റ്റാഫ് ടേൺ ഓവർ ആണ്. ടേൺ ഓവർ ഓഫ് ദ മെഡിക്കൽ സ്റ്റാഫ്, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോക്ക് അത് മിനിമൽ ആണെങ്കിൽ, കുറവാണ്, മിനിമം ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും? അവിടുത്തെ പബ്ലിക് റിലേഷൻ നല്ലതാണ്. ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും തമ്മിലുള്ള റിലേഷൻ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന് ഗുഡ് പബ്ലിക് റിലേഷൻ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിന് എപ്പോഴും സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നില്ല, കൊഴിഞ്ഞു പോക്ക് കുറവാണ്. അധികം സ്റ്റാഫുകളൊന്നും എന്തില്ല, കൊഴിഞ്ഞു പോകുന്നില്ല. നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീസും സാലറി ഒക്കെ അവർക്ക് റീസണബിൾ ആണെങ്കിൽ അവർ ഇവിടെ തന്നെ നിൽക്കും, സ്റ്റേ ചെയ്യും. അത് നല്ലൊരു കാര്യമാണ്. മിനിമം ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് കേട്ടോ. ഇനി പറയുന്നത് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്, ഫോളോ അപ്പിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും പേഷ്യൻസിനും തമ്മിൽ, അല്ലെങ്കിൽ നമുക്കും പബ്ലിക്കിനും തമ്മിൽ നല്ല റിലേഷൻ ആണ്. നമ്മളെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ആണ്, ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിൽ ബെറ്റർ റിലേഷൻ ആണെന്ന് പറയാം. കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഈ നമ്മൾ അപ്പോയിന്റ് ചെയ്ത കാര്യങ്ങൾ റിമൈൻഡേഴ്സ് കൊടുക്കുക. പേഷ്യൻസിന് റിമൈൻഡർ മെസ്സേജ് വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഓവർ ടെലിഫോൺ കോൾ വഴിയൊക്കെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് when the patients are reminded of their appointments as text message, emails or other forms. ഇത് ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മളുടെ അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കാം. Better the relation or contact with the patient, more consistent will be the patient attendance. നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി റിപ്പീറ്റ് ആയിട്ട് ആ പേഷ്യന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളും ആ പേഷ്യന്റും തമ്മിൽ നല്ല റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മളും ആ പബ്ലിക് നമ്മുടെ സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സും തമ്മിൽ നല്ല റിലേഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും.
അടുത്തതാണ് ഡൊണേഷൻ. ഡൊണേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും കുറെ നല്ല ഏജൻസീസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഡൊണേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പബ്ലിക് ഇമേജ് ഉള്ള ഹോസ്പിറ്റൽസിനായിരിക്കും നമ്മൾ ഡൊണേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റൽസിനായിരിക്കും ഡൊണേഷൻസ് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഈ പേഷ്യന്റ്. ഹോസ്പിറ്റൽസിന്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, അസുഖബാധിതരായിട്ടുള്ള പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും അവരുടെ റീഹാബിലിറ്റേഷനും ആണ്, പുനരധിവാസവുമാണ്. Sometimes both the hospital and patient must fail to meet up with the charge needed for this. ചില സാഹചര്യത്തിൽ ഹോസ്പിറ്റൽസിനും അതേപോലത്തെ അവിടുത്തെ പേഷ്യൻസിനും ഇതിന്റെ ചാർജ്, ഈ ട്രീറ്റ്മെന്റ് ചാർജ് വഹിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് പേഷ്യൻസിന് അതൊട്ടും പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഡൊണേഷൻസ് ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ ഫ്രം ദ പബ്ലിക്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡൊണേഷൻസും ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. The donations and charitable contribution from the public comes in handy in such a vital situation. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡൊണേഷൻസ് സ്വീകരിക്കുകയും അത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റ്, ഇൻ പേഷ്യന്റ് ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതാണ് LAMA, ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മൾ ഡോക്ടർ ഫിസിഷ്യൻ കൊടുത്ത അഡ്വൈസ് കേൾക്കാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എന്ത് ചെയ്യണം, സ്വന്തം മനസ്സാലെ പിരിഞ്ഞു പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, AMA പ്രൊസീജിയർ, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ അവരോട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണോട് സൈൻ ചെയ്ത് AMA ഫോമിൽ സൈൻ ചെയ്ത് വാങ്ങിക്കണം. അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, when an inpatient express the desires to leave against the medical advice of the physician, നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫിസിഷ്യന്റെ മെഡിക്കൽ അഡ്വൈസ് കേൾക്കാതെ പേഷ്യന്റ് ലീവ് ചെയ്യുകയാണെങ്കിൽ AMA പ്രൊസീജിയർ ഇസ് എക്സ്പ്ലെയിൻ. ഫസ്റ്റ് തന്നെ AMA പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യണം. AMA പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പേഷ്യന്റ് ഓർ റെസ്പോൺസിബിൾ പാർട്ടി സൈൻ ദ AMA ഫോം. എന്നിട്ട് നമ്മുടെ പേഷ്യന്റോ അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ്, റെസ്പോൺസിബിൾ പേഴ്സൺ എന്ത് ചെയ്യണം, അതിൽ സൈൻ ചെയ്ത് കൊടുക്കണം. thus accepting the responsibility for the decision and it become the part of medical record. അപ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യാണ്, ഇനി എന്ത് പ്രശ്നം സംഭവിച്ചാലും അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ആ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്. ഇത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിന്റെ പാർട്ടാണ്. മോർ LAMA പേഷ്യൻസ്, ഒരുപാട് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമ്മളും ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻ കുറച്ച് വേഴ്സ് ആണ്, മോശമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അധികം പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരനുസരിക്കുകയാണ്, അത് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിനോട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അധികം പ്രശ്നമൊന്നുമില്ല, പബ്ലിക്കായിട്ട് നല്ല റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ദ ന്യൂസ് പേപ്പർ. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എപ്പിഡമിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കും. നമ്മൾ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് സാധാരണയായിട്ട് ഈ ലെറ്റർ അയക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ നല്ല നോളജ് വേണം, ഇംഗ്ലീഷിലാവട്ടെ നല്ല രീതിയിൽ എഡിറ്റോറിയൽ നോളജ് വേണം. ആർക്ക്, നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. All newspaper have a page where the letters from the readers are published. അപ്പൊ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ഒരു പേജ് ഉണ്ട്, എന്താണ് നമ്മുടെ റീഡേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാനുള്ളത്. If there is something in the news that you want to respond to or let the public know of some medical situation like arising epidemic. അപ്പോൾ നമുക്ക് ഒരു ന്യൂസ് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു മെഡിക്കൽ അവരുടെ എക്സാമ്പിൾ പറയുന്നത്, ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും എപ്പിഡമിക് പകർച്ചവ്യാധികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിനോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് നിപ്പയൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ, ആരോട്, പബ്ലിക്കിനോട്. അത് ന്യൂസ് പേപ്പറിലൂടെയല്ലേ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത്. എന്ന് വെച്ചാല് ആ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്ത ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും ഒരു ലെറ്റർ ആർക്ക് അയക്കുന്നത്, എഡിറ്റർക്ക്, ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് അയക്കുന്നത്. അതുവഴിയാണ് അവർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്.
Medical situation like arising epidemic, you can write a letter to the editor and make it published. അപ്പോൾ അത് നമ്മൾ എഡിറ്റർക്ക് അയച്ചിട്ട് ഈ ലെറ്റർ പബ്ലിക്കിന് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണം, ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം എന്ന റിക്വസ്റ്റും കൂടി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എഡിറ്റർ എന്ത് ചെയ്യും, അത് റീഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നാണ് ഇത് കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ന്യൂസ് ആണ്, ഇത് പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, ആ ലെറ്റർ പബ്ലിക്കിന് എന്ത് കൊടുക്കും, പബ്ലിഷ് ചെയ്യും. അപ്പോ ഇത്രയുമാണ് നമുക്ക് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത്. എന്തെല്ലാം മാർഗത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പറഞ്ഞു, കസ്റ്റമർ കംപ്ലൈന്റ്സ് പറഞ്ഞു, ജനറൽ ഒപ്പീനിയൻ പോൾ പറഞ്ഞു, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ കമ്മ്യൂണിറ്റി, സ്റ്റാഫ് ടേൺ ഓവർ പറഞ്ഞു, കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് പറഞ്ഞു, ഡൊണേഷൻ പറഞ്ഞു, ഇൻ പേഷ്യന്റ് ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പറഞ്ഞു, ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ദ ന്യൂസ് പേപ്പർ, ലോക്കൽ ന്യൂസ് പേപ്പർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി, മനസ്സിലായോ? ഇതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. എടാ രശ്മി, ത്രെറ്റനിങ് എന്ന് പറയുന്ന വേർഡ് എവിടെയാ വന്നത്? ഏത് പോയിന്റില്ല? ആ, മോസ്റ്റ്ലി എത്തിക്കൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് വന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് പബ്ലിക്കിൽ നിന്ന് ആൻസർ കിട്ടുന്ന ആ ഒരു പ്രോബ്ലത്തിനുള്ള ആൻസർ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ത്രെറ്റനിങ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മീനിങ് വന്നത്. മോസ്റ്റ്ലി പെർട്ടൈൻസ് ടു സിംഗിൾ ക്വസ്റ്റ്യൻസ്. സാധാരണ രീതിയിൽ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരുന്നത്. അതനുസരിച്ച് അതിനുള്ള സൊല്യൂഷൻ എല്ലാവരും കൂടി എന്തെങ്കിലും വോട്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തും. ഓക്കെ, ഞാൻ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വായിച്ചു എല്ലാവരും? വായിച്ചോ? ഒന്നും പറയണില്ലല്ലോ. ഒരു ഡൗട്ട് നിങ്ങൾ ചോദിക്കട്ടോ. എനിക്ക് അറിഞ്ഞൂടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്ന്. മനസ്സിലാവാതെ വരുമ്പോഴൊക്കെ ചോദിക്കണം കേട്ടോ. കാരണം നിങ്ങൾ കാണുന്നില്ല. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നല്ല മുഖം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ?
അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വഴി എങ്ങനെയാണ് പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കി. പിന്നെ നമ്മുടെ ഇത് പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എന്തെല്ലാം സൂചനകൾ യൂസ് ചെയ്ത് നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ അടുത്തൊരു ടോപ്പിക്ക് പോകണില്ല, കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം വലിയ പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ വേറെ ഡൗട്ട് ഉണ്ടാവില്ല. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.